പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നിറവുകളെ കുറവുകളാക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ ദൈവം. എല്ലാം അവസാനിച്ചു എന്ന് മനുഷ്യരെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. എവിടേക്കാണോ നാം പ്രതീക്ഷ അവസാനിച്ചു എന്ന് കരുതുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രതീക്ഷയുടെ ആരംഭം അവിടെയാണ്. ഇന്നത്തെ ദിവസവും വായനകളും സുവിശേഷവും ഒക്കെ നമ്മളെ ഓർപ്പിക്കുന്നത് ഇന്ന് തന്നെയാണ്. നമ്മൾ ജീവിക്കുന്നവരാണ്. ഒത്തിരി ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കഴിവിന് അതീതമാണ് എന്ന്. ഒരിക്കലുമല്ല. അവിടുന്ന് നമുക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നു. ഈ ബലിവേദിയിൽ ആയിരിക്കുമ്പോൾ, ഈ ബലിവേദിയിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയാൻ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കായും, ഒപ്പം ജീവിതത്തിലെ തോൽവി ഉണ്ടാകുമ്പോൾ അവിടുത്തെ പഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ദൈവത്തോട് മാപ്പിനായി നമുക്ക് യാചിക്കാം. സഹോദരനെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു.
കർത്താവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവരെ സംരക്ഷകനായ ദൈവമേ, അങ്ങയെ കൂടാതെ ഒന്നും സാധ്യമല്ല, വിശുദ്ധവുമല്ല. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കണമേ. അങ്ങനെ നിയന്താവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്നത് പോലെ അനശ്വരമായ അങ്ങയെ മുറുകെ പിടിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 4, ദൈവവചനങ്ങൾ 42 മുതൽ 44 വരെ. അക്കാലത്ത് ബാദ്ഷാലിഷായിൽ നിന്ന് ഒരാൾ ആദ്യഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറേ അപ്പവും 20 ബാർലി അപ്പവും കുറേ പുതിയ ധാന്യകതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന ദൈവപുരുഷൻ കൊടുത്തു. അപ്പോൾ എലീഷ പറഞ്ഞു, അത് ഇവർക്ക് കൊടുക്കുക, ഇവർ ഭക്ഷിക്കട്ടെ. ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവയ്ക്കും? അവൻ ആവർത്തിച്ചു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും. ഭൃത്യൻ അത് അവർ കുഴമ്പി. കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു മിച്ചം വരികയും ചെയ്തു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവേ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തെ കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തി അവർ വർണ്ണിക്കും. പ്രതിവചനം. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. എല്ലാവരും അങ്ങേ ദൃഷ്ടി വെച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. പ്രതിവചനം. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രതിവചനം. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലേക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരനെ, കർത്താവിന് വേണ്ടി തടവുകാരായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വെളിയോഗ്യമായ ജീവിതം നയിക്കുക. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം
സൗഷ്യതയോടെ വർദ്ധിക്കും. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്ഥാനവുമേയുള്ളൂ. സകലതിനുപരിയും സകലതിലൂടെയും സകലതിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. കർത്താവിന്റെ വചനം. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തിബരിയാസ് എന്ന് കൂടി വിളിക്കപ്പെടുന്ന ഗലീല കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനത്തെ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദിനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല. ശിഷ്യന്മാരൊരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്ര പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവർ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നെന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തന്നെ മലമുകളിലേക്ക് പിന്മാറി. കർത്താവിന്റെ സുവിശേഷം. മിശിഹായിൽ ഇത്രയും സ്നേഹമുള്ളവരെ, തിരുസഭയിൽ ആദ്യമായി പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനപ്രകാരം ഇന്ന് നാം ഗ്രാൻഡ് പേരൻസ് ഡേ ആഘോഷിക്കുകയാണ്. അതായത് അപ്പാപ്പന്മാരെയും അമ്മാമ്മമാരെയും മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും തിരുസഭ ഓർമ്മിക്കുന്ന ദിവസമാണ് ഇന്ന്. നമ്മുടെ ഭവനങ്ങളിലുള്ള നമ്മെ വിട്ടുപോയ അപ്പാപ്പന്മാരെയും അമ്മാമ്മമാരെയും നമുക്ക് ഓർമ്മിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പമായി അനുഗ്രഹമായി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ച ജീവിക്കുന്ന അവരെ നമുക്ക് കൃതജ്ഞതയോടെ ഓർക്കാം. അവരുടെ നല്ല ആരോഗ്യത്തിനായി നല്ല ജീവിതത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പത്തിനു വേണ്ടി അവർ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അവർ അധ്വാനിച്ചു. അപ്പം നൽകി അവർ നമ്മെ സംതൃപ്തരാക്കി, നമ്മെ വളർത്തി. നിത്യവായനകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. 1-ാം വായനയിലും സുവിശേഷത്തിലും അപ്പം വർദ്ധിക്കുന്ന സംഭവമാണ് നാം കാണുക. 1-ാം വായനയിൽ എലീശ പ്രവാചകൻ അപ്പം എടുത്ത് വർദ്ധിപ്പിച്ച് 100 പേർക്ക് ഭക്ഷണം
ഭക്ഷണം നൽകുന്നുണ്ട്. സുവിശേഷത്തിൽ ദൈവം 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റുന്നുണ്ട്. 2 പേരും വർദ്ധിപ്പിക്കുന്നത് അപ്പമാണെങ്കിലും എലീശ പ്രവാചകൻ വർദ്ധിപ്പിക്കുന്ന അപ്പം അത് ശരീരത്തിന്റെ വിശപ്പ് മാത്രം അകറ്റുന്ന അപ്പമാണ്. എന്നാൽ സുവിശേഷത്തിൽ ക്രിസ്തു വർദ്ധിപ്പിക്കുന്ന അപ്പം അത് ശരീരത്തിന്റെയും ആത്മാവിന്റെയും ദാഹം അതിന്റെ വിശപ്പ് അകറ്റുവാനായിട്ട് സാധിക്കുന്ന അപ്പമാണ്. കാരണം യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത് പോലെ ക്രിസ്തു ജീവന്റെ അപ്പമാണ്. ഇന്ന് സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ 3 ചിന്തകളെ കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞ അല്ലെങ്കിൽ ക്രിസ്തു ചെയ്ത 3 കാര്യങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കുവാനായിട്ട് പോവുക. ഒന്നാമതായിട്ട് ക്രിസ്തു പറയുന്നുണ്ട്, അവരെ ഭക്ഷണത്തിന് ഇരുത്തുക. അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ക്രിസ്തു ഒപ്പമാകുവാൻ അല്ലെങ്കിൽ ഒരുമയുള്ളവരാകുവാൻ നമ്മെ ഏവരെയും ക്ഷണിക്കുകയാണ്. ഓരോ ഗോതമ്പ് മണിയും ഞെരിഞ്ഞമർന്ന് അപ്പമാകുന്നത് പോലെ നിങ്ങൾ ഒരുമയുള്ളവരായിരിക്കുവാൻ ക്രിസ്തു ക്ഷണിക്കുകയാണ്. ഇന്നത്തെ 2ാം വായനയിൽ നാം കാണുന്നുണ്ട്, ഐക്യമുള്ളവരായിരിക്കുവാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നുണ്ട്. 133-ാം സങ്കീർത്തനത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ നാം കാണുക, സഹോദരൻ ഏക മനസ്സോടെ ഒരുമിച്ചിരിക്കുന്നത് എത്ര ആനന്ദകരവും സന്തോഷപ്രദവുമാണ്. അത് അഹറോന്റെ തലയിൽ നിന്ന് ഒഴുകുന്ന പരിമള തൈലം പോലെയും സിയോൻ പർവ്വതങ്ങളിൽ നിന്ന് കനിയുന്ന തുഷാരം പോലെയുമാണെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടെയാണ് കർത്താവിന്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകുക എന്ന് സങ്കീർത്തകൻ നമ്മോട് പറയുകയാണ്. ഒരുമയായിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. നമുക്കറിയാം, നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഒരുമയുള്ളിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ നമുക്ക് അപ്പത്തേക്കാൾ വലിയ അത്ഭുതങ്ങൾ ദർശിക്കുവാനായിട്ട് സാധിക്കും. 2ാമതായിട്ട് ക്രിസ്തു പറയുക, ക്രിസ്തു ചെയ്യുന്നുണ്ട്, അപ്പം എടുത്ത് അവൻ കൃതജ്ഞതാ സ്തോത്രം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അതായത് ദൈവത്തിന്റെ കരങ്ങളിലൂടെ നാം നൽകുമ്പോൾ, നമ്മുടെ ഉള്ളതുമൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് 5 അപ്പം മാത്രമല്ല, അത് 5000 പേരെ പോറ്റുവാനുള്ള അപ്പങ്ങളായി തീരുകയാണ്. നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അതിനെ ആശീർവദിക്കും, അനുഗ്രഹിക്കും. അവസാനമായിട്ട് ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ബാക്കി വന്ന അപ്പത്തെ നിങ്ങൾ ശേഖരിക്കുവിൻ. ഒരിക്കൽ ഒരു ധനികനായ മനുഷ്യൻ വിശുദ്ധയായ മദർ തെരേസയുടെ കൂട്ടായ്മയിലേക്ക് ഒരു വിരുന്നിന് പോവുകയാണ്. അദ്ദേഹം മതി വരുവോളം ഭക്ഷണം കഴിച്ചിട്ട് കഴിയുവാനായിട്ട് പോകുമ്പോൾ മദർ തെരേസ അദ്ദേഹത്തെ തടയുന്നുണ്ട്. അദ്ദേഹത്തെ കരം പിടിച്ചിട്ട് നോക്കുവാനായിട്ട് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം കഴിച്ച അദ്ദേഹത്തിന്റെ കയ്യിൽ ഇനിയും ഭക്ഷണത്തിന്റെ ബാക്കിയുണ്ട്. കയ്യിലെ വിരലുകളുടെ ഇടയിൽ ചോറും മറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ മദർ തെരേസ പറയുന്നുണ്ട്, അങ്ങ് ഇത് കഴിച്ചാലും, കാരണം എത്രയോ ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ അലയുന്നുണ്ട്. നാം പാഴാക്കി കളയുന്ന ഓരോ അരിയും ഓരോ ചോറും അത് അപരന്റെ അല്ലെങ്കിൽ വിശക്കുന്നവന്റെ അവകാശമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണം പാഴാക്കാതെ അത് നമുക്ക് നൽകുന്ന ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി പാഴാക്കാതെ അവന് വേണ്ടി കരുതുന്നവരാകാം, അവരെയും കരുതി അവന് വേണ്ടി നൽകുന്നവരാകാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു പറയുന്ന ആ ഒരുമയുള്ളവരാകുവാൻ, ദൈവത്തിന് കൃതജ്ഞത നൽകിക്കൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരാകാം, നമുക്ക് ഉള്ളത് കൊണ്ട് മറ്റുള്ളവരെ പോറ്റുന്നവരായിട്ട് തീരുവാനായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി, ഈ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സൃഷ്ടിമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും
എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിൽ നിന്നുള്ള സത്യവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യനേകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പിഴകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിനെ ആദരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാം. അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവിതാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവരും പിതാവിനോടൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശിഷ്ടവും സാത്വികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സഭയുടെയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവിടുത്തെ തൃക്കൈ നീട്ടി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ചിരുമാറാകട്ടെ. കാരുണ്യവാനായ പിതാവേ, തിരുസഭയ്ക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ പരമോന്നത അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. തിരുസഭയിൽ സമാധാനമാകുന്ന സ്നേഹമാകുന്ന അപ്പം തീർന്നു പോകുമ്പോൾ അങ്ങയുടെ കൈനീട്ടി ആശീർവദിച്ച് വീണ്ടും ഒത്തിരി നൽകണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ അങ്ങേ കരങ്ങൾ സമർപ്പിക്കുന്നു. കുഞ്ഞുനാളിൽ മക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത വാർദ്ധക്യത്തിൽ ആകുമ്പോൾ അവഗണിക്കപ്പെടുന്ന അവരുടെ കൂടെ അങ്ങുണ്ടായിരിക്കണമേ. എല്ലാ മക്കളും മാതാപിതാക്കളെ സ്നേഹത്തോടെ നോക്കുവാനും പരിപാലിക്കുവാനും വാർദ്ധക്യത്തിൽ അവരോട് കൂടെ ആയിരിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ, ഈ കൊറോണ കാലഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും സുരക്ഷാ പ്രവർത്തകരെയും അങ്ങേ കരങ്ങൾ സമർപ്പിക്കുന്നു. നാഥ, അങ്ങേ തൃക്കൈ നീട്ടി അവരോട് കൂടെ ആയിരിക്കണമേ. അവരുടെ കുടുംബങ്ങൾക്ക് തണലായി ഉണ്ടാകുമാറാകണമേ. വരുന്ന എല്ലാ രോഗങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തടുത്തു നിർത്തി അങ്ങേ നെഞ്ചോട് അവരെ ചേർത്ത് വയ്ക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും സമൂഹത്തിലെ എല്ലാ മക്കളെയും അങ്ങേ കരങ്ങൾ സമർപ്പിക്കുന്നു. നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും സാമ്പത്തികമായാലും മാനസികമായാലും ആരോഗ്യമായാലും എന്തു തന്നെ വേദനയായാലും അവയെല്ലാം എടുത്തു മാറ്റി അങ്ങയുടെ കൃപാകടാക്ഷം എപ്പോഴും ചുരിയുമാറാകണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും പരേതരായ എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തും മറ്റുമായിരിക്കുന്ന ആ എല്ലാ ആത്മാക്കൾക്കും അവരുടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കി അങ്ങനത്തെ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം. കാരുണ്യവാനായ പിതാവേ, അങ്ങേ പ്രിയമക്കളുടെ പ്രാർത്ഥനകൾ കേട്ട് അവയ്ക്ക് ഉത്തരമരുളി അങ്ങ് ഞങ്ങളുടെ അപ്പനും ഇഷ്ടമുള്ള ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന ഒരു നല്ല നാഥനും ഗുരുവുമായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തിന് പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ലോക ജീവിത രീതികൾ വിശദീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാവട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തും. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപമൊഴികെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണ വഴി അങ്ങേ ദാനത്തിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടു. ആ പുത്രൻ അങ്ങ് സഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കാൻ ഇടയാക്കി. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വജനാധികളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും ഔദ്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാനും അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുറി കാഴ്ചകൾ അതേ ആത്മാവ് പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ
ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകും. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോപണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യേകമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിതായകവും പരിപാലനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിപ്പിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപോഷിതരാകുകയും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർണരാകുകയും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്രാപ്തരോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ വിശുദ്ധനായ സംസ്ഥാനത്തിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ളവരുടെ നിരന്തരമാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെയും ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതധ്യക്ഷനായ പിതൃപീർമെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടൊപ്പത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുഖം നിൽക്കാനും തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടരുളയണമേ. കാരണവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവ്വം ബന്ധിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരരെയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയവരെയും ആരും ഓർക്കാത്ത ആത്മാക്കളെയും ശുദ്ധീകരണ സ്ഥലത്തുള്ളവരെയും ഈ സുദിനത്തിൽ ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അവരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മാത്രത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവ്വസ്ഥായിലും പിതാവായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം
രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതനായും ദിവ്യോപദേശത്താൽ രൂപോദ്ധിതനായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേക്കോ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാൻ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ ബന്ധങ്ങളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം പാർന്നു അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
ദിവ്യരക്ഷകന്റെ പ്രിയ കാവൽക്കാര, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധ കന്യകാനാഥയുടെ ഭർത്താവേ, അങ്ങേ കരങ്ങളിൽ ദൈവം തന്റെ ഏകജാതൻ യേശുവിനെ ഭരമേൽപ്പിച്ചു. പരിശുദ്ധ മറിയം അങ്ങിൽ വിശ്വാസം അർപ്പിച്ചു. അങ്ങയോട് കൂടെയും അങ്ങിലും ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾ അങ്ങിൽ അഭയം തേടുന്നു. ജീവിതപാതയിൽ അങ്ങ് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഞങ്ങൾക്കായി കൃപയും കാരുണ്യവും ആത്മധൈര്യവും നേടിത്തരണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രന്റെ പീഡാസഹനത്തിൽ നിന്റെ സ്മാരകമായ ദിവ്യകൂദാശകൾ സ്വീകരിച്ചു. അവർ നിലയുമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേ.